നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പ്രയാസം, ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ നമുക്ക് എങ്ങനെ നിയന്ത്രിച്ച് നിർത്താമെന്ന് നോക്കാം. അതിനു മുന്നേ ആങ്സൈറ്റി കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമുക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ശ്വാസതടസ്സവും നെഞ്ചിൽ ഭാരവും, മറ്റു ചിലർക്ക് വിയർക്കലും ആകെ പരവശനാകുന്ന അവസ്ഥയും, ചിലർക്ക് തല മുഴുവനും പുകച്ചിലും ആകാം. എന്തുതന്നെ ആയാലും ഇതിനെ നിയന്ത്രിക്കാൻ പല മാർഗങ്ങളുമുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അംഗീകരിക്കുക. എന്നിട്ട് പറയുക, ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇതിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയും. നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളുടെ ഈ ആങ്സൈറ്റിയിൽ വിഷമിച്ചിരിക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങളുടെ ജീവിതം തകർന്നു എന്നുള്ള രീതിയിൽ ഒരിക്കലും ചിന്തിക്കരുത്. പകരം എപ്പോഴും മനസ്സിനോട് പറയുക, ഞാൻ എല്ലാവരെപ്പോലെയും ശക്തനാണ്, ഞാൻ എന്നെ വിശ്വസിക്കുന്നു, എനിക്ക് ഏത് കാര്യവും ശ്രദ്ധയോടെ ചെയ്യാൻ കഴിയും, എനിക്ക് നല്ല ധൈര്യത്തോടെ ഏത് വിഷയത്തെയും സമീപിക്കാൻ കഴിയും എന്ന് മനസ്സിനോട് നിങ്ങൾ തന്നെ പറയുക. ഇതാദ്യം അത്ര എളുപ്പമല്ല. കാരണം അപ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയും, ഇത്രയും വർഷം നീ ഇങ്ങനെയല്ലല്ലോ എന്ന്. നിങ്ങളെ അത് വീണ്ടും തകർക്കാൻ ശ്രമിക്കും. സുഹൃത്തെ, കാരണം വർഷങ്ങളായി നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് കൊടുത്ത പ്രോഗ്രാം അതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നിന്നും മുക്തരാകാം. ആദ്യം നിങ്ങളെ എതിർക്കുന്ന ഈ മനസ്സ് നിങ്ങളുടെ തീരുമാനം ഉറച്ചതും ശക്തവുമായി പറയുമ്പോൾ അത് ഉപബോധ മനസ്സിൽ പതുക്കെ ചലനങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങുന്നു. ഇത് നിങ്ങൾ ഇതുവരെ അതിൽ എഴുതി വച്ചിട്ടുള്ള നെഗറ്റീവ് ചിന്തകളും ഓരോന്നോരോന്നായി മായ്ച്ചു കളയാൻ തുടങ്ങും. ഈ ശ്രമം നിങ്ങൾ നിരന്തരം തുടരുക. കുറച്ച് ദിവസങ്ങളോ കുറച്ച് മാസങ്ങളോ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മാറ്റം മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും പറയുന്ന കാര്യങ്ങളെ സംശയത്തോടെ കാണരുത്. സംശയത്തോടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റെടുക്കില്ല. ഒരു കൽപ്പന പോലെ അല്ലെങ്കിൽ വളരെ സ്നേഹപൂർവ്വം പറഞ്ഞു കൊടുക്കുക, ഞാൻ ഇന്നു മുതൽ പുതിയ ഒരു വ്യക്തിയാണ് എന്ന് പറയുക. ഒരു ഡയറിയോ മറ്റോ എടുത്ത ശേഷം നിങ്ങൾ പോസിറ്റീവായി ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എഴുതുക. 3-4 പോയിന്റ് എഴുതുക. എഴുതി കഴിഞ്ഞ ഉടനെ ഒരു ചെയറിലോ ബെഡിലോ നേരെ ഇരിക്കുക. നിങ്ങളുടെ ബ്രീത്തിങ് ചെയ്യുക. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒരു 4 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുക. 6 സെക്കൻഡ് കൊണ്ട് പതുക്കെ വായിൽ കൂടി പുറത്തേക്ക് വിടുക. ഇത് ദിവസത്തിൽ 2 നേരം ചെയ്യുക. ഈ ബ്രീത്തിങ് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ നോട്ടിൽ എഴുതിയ പോസിറ്റീവ് കാര്യങ്ങൾ ചുണ്ടിൽ മന്ത്രിക്കും പോലെ പറയുക. ഇത് നിങ്ങളിൽ ചിന്തകൾ കൺട്രോൾ ചെയ്യാൻ കഴിയും. സുഹൃത്തെ, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. അതിനുള്ള പരിഹാരത്തിലേക്ക് നമ്മൾ കടക്കുക. ബ്രീത്തിങ് ടെക്നിക്കും പോസിറ്റീവ് ചിന്തകളും നിങ്ങൾ സ്വയം ചെയ്യുക. അല്പം കഠിനമായിരിക്കും, പക്ഷേ അത് നിങ്ങൾ ചെയ്തിരിക്കണം. നമുക്ക് മാറ്റം മനസ്സിലാക്കാം, നമുക്ക് മാറണ്ടേ? ഈ കാര്യങ്ങൾ ചെയ്യും എന്ന് ഉറപ്പുള്ളവർ ഞാൻ ചെയ്യും എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.